കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരിക്കൽ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടമായും ഒരു കൂടാരമുണ്ടായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു തിരുവചന ഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിലെല്ലാ മനുഷ്യരും ചിന്തിക്കുന്നൊരു കാര്യമാണ്. ഒട്ടുമിക്ക പേരും അഗ്നിപരിശോധനകളിലൂടെ കടന്നു പോകുന്ന, വളരെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന അവസ്ഥയാണ്. അതിൻ്റെ നടുവിലാണ് പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൈമാറുന്നത്. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരമുണ്ട്. ചില പ്രിയപ്പെട്ടവരെ നോക്കി പരിശുദ്ധാത്മ പറയുന്നു, ഏറ്റവും അധികം ചൂടായി, അല്ലെങ്കിൽ ഏറ്റവും അധികം അഗ്നിയായി, അല്ലെങ്കിൽ വെയിലായി തളർന്നു പോകുന്ന, തകർന്നു പോകുന്ന സാഹചര്യങ്ങളുടെ മേൽ ഒരു തണലായി ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായ ഒരു കൂടാരമുണ്ടായിരിക്കും. സങ്കേതമായി, മറവിടമായി ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട്, എൻ്റെ മാതാപിതാക്കളോട് വളരെ ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു തണൽ നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോവുകയാണ്. എത്രമാത്രം ചൂട്, കഠിനമായ ചൂടിലൂടെയാണ് കടന്നു പോകുന്നത്. എത്രമാത്രം കഠിനമായ ശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്. നാം പലപ്പോഴും ചോദിക്കാറില്ലേ, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്ത് ഇത്രമാത്രം കഠിനമായ ശോധന? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്ത് ഇത്ര ചൂടേറിയ അനുഭവങ്ങൾ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് തണലേകാൻ ആരുമില്ലല്ലോ, ഒരാശ്വാസവാക്ക് പറയാൻ ആരുമില്ലല്ലോ, എൻ്റെ ഈ അവസ്ഥയിൽ എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി ഇറങ്ങി നിൽക്കാൻ ആരുമില്ലല്ലോ. പരിശുദ്ധാത്മാവ് താങ്കളെ നോക്കി ദൂത് കൈമാറുകയാണ്. ഒരു തണലായി ഏറ്റവും ചൂടേറിയ ഈ അനുഭവത്തിൽ, ഏറ്റവും ചൂട് കൂടിയ ഈ അനുഭവത്തിൽ, നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിപരിശോധനകളിൽ, ഏറ്റവും ചൂടുള്ള ഈ സാഹചര്യങ്ങളിൽ ഒരു തണലായി ദൈവത്തിൻ്റെ കരമിറങ്ങി വരും. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം ഭക്തന്മാരുടെ ജീവിതത്തിലേക്ക് സ്തോത്രം ഒന്ന് കണ്ണോടിക്കുമ്പോൾ കാണാൻ കഴിയും. അബ്രഹാം എന്ന ദൈവമനുഷ്യൻ ഒരു ശബ്ദം കേട്ടതിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന് കേട്ട ശബ്ദത്തിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചു. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ, പലരും അബ്രഹാമിനെ നാളുകൾ മുൻപോട്ട് പോയപ്പോൾ പലരും നോക്കി പറഞ്ഞു, അബ്രഹാമേ, എന്തേ നീ വലിയ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ചതല്ലേ, വലിയ കാര്യമൊക്കെ പറഞ്ഞതല്ലേ, നിനക്ക് ഒരു സന്താനമില്ലാതെ, ഒരു തലമുറയില്ലാതെ നീ എന്തോ കേട്ടു, ദൈവം എന്തോ തരുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചിട്ട് നിനക്ക് അത് പ്രാവർത്തികമാകാൻ കഴിയുന്നില്ലേ? നെഞ്ചിനകത്ത് നെരിപ്പും ഹൃദയത്തിനകത്ത് ഭാരവും കൊണ്ട് നടക്കുന്ന അബ്രഹാമിനോട് ചോദിച്ചാൽ, അബ്രഹാം കേട്ട ആ ശബ്ദത്തിന് പുറകെയാണ് യാത്ര ചെയ്യുന്നത്. ഇന്നെന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. താങ്കൾ കേട്ട ദൈവശബ്ദത്തിന് പുറകെ ഇറങ്ങിത്തിരിച്ചിട്ട് പരിഹാസങ്ങളും നിന്ദകളും അപമാനങ്ങളും കേൾക്കുന്നുണ്ടോ? അത്ര കഠിനമായ ചൂടിനകത്താണോ നിൽക്കുന്നത്? സ്തോത്രം. നിങ്ങൾക്കൊരു തണലായി ദൈവത്തിൻ്റെ കരമിറങ്ങി വരാൻ പോകുകയാണ്. നിങ്ങൾക്ക് ഈ വെയിലിനകത്ത്, ഈ ചൂടിനകത്ത് പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ ഒരു തണലായി ദൈവത്തിൻ്റെ കരം. ആരെല്ലാം നിങ്ങളെ ചൂടിനകത്തേക്ക്, പരിശോധനയ്ക്കകത്തേക്ക്, അഗ്നിക്കകത്തേക്ക് കടത്തിവിട്ടോ, അതിനകത്തൊരു തണലായി ദൈവത്തിൻ്റെ കരമിറങ്ങി വന്ന് ആശ്വസിപ്പിക്കുവാനിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, കൊടുങ്കാറ്റും സ്തോത്രം നിമിത്തം. കൊടുങ്കാറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പരിചിതമാണ്. കൊടുങ്കാറ്റടിച്ചാൽ സ്തോത്രം നിൽക്കുന്ന നിലയിൽ നിന്ന് താഴെ വീഴുവാൻ, ഒലിച്ചു പോകുവാനിടയായിത്തീരും. കൊടുങ്കാറ്റടിച്ചാൽ താളടിയായി പോകും. കൊടുങ്കാറ്റടിച്ചാൽ നിലനിൽപ്പിന് പ്രശ്നങ്ങളുണ്ടാകും. ഇന്ന് സ്തോത്രം രണ്ടാമതായി പരിശുദ്ധാത്മാവ് വളരെ വ്യക്തതയോടെ പറയുന്നു, കൊടുങ്കാറ്റടിച്ച് നിലനിൽപ്പിന് തന്നെ കേടുവരുത്തുന്ന നിലയിൽ, നിലനിൽപ്പിന് തന്നെ സ്തോത്രം പ്രശ്നങ്ങൾ ആവിഷ്കരിക്കുന്ന ചില മേഖലകളെ നോക്കി ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നിങ്ങൾക്ക് ഒരു സങ്കേതവും ഒരു മറവിടവുമുണ്ട്. രക്തത്താൽ ക്ഷയമെടുക്കുകയാണ് എന്നതിൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി, നിങ്ങൾ കടന്നു പോകുന്ന
കനത്ത സ്തോത്രം കൊടും ചൂടേറിയ വിഷയത്തിനകത്തൊരു തണലായി ദൈവം ഇറങ്ങി വരുവാനിടയായി തീരും. രണ്ടാമത് പറയുകയാണ്, കൊടുങ്കാറ്റടിച്ച് നിങ്ങളുടെ നിലനിൽപ്പിന് നേരെ തലമുറകളുടെ നിലനിൽപ്പിന് നേരെ സ്തോത്രം ജോലി സാഹചര്യങ്ങളിലെ നിലനിൽപ്പിന് നേരെ ഒരുക്കിക്കൊണ്ടുവരുന്ന എത്രയോ നല്ലതുവണ്ണം പൊയ്ക്കൊണ്ടിരുന്നതാ. പക്ഷെങ്കിൽ സ്തോത്രം പെട്ടെന്നൊരു കൊടുങ്കാറ്റെന്ന രോഗം അടിച്ചു, പെട്ടെന്നൊരു കടക്കടി എന്ന രോഗം കയറി വന്നു, സ്തോത്രം കൊടുങ്കാറ്റ് കയറി വന്നു. അങ്ങനെ ചില കൊടുങ്കാറ്റിനകത്ത് നിലനിൽപ്പിനെ ബാധിക്കുന്ന നിലയിൽ ചില പ്രശ്നങ്ങൾ തട്ടിയിട്ടുണ്ടോ? അതിനകത്ത് ഒരു സങ്കേതവും മറവിടവുമായി ഒരു കൂടാരം നിങ്ങൾക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്താൻ പോകുക. എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരോട് ഞാൻ ആത്മാർത്ഥതയോടെ പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഈ ചൂടിനകത്ത് ഒറ്റയ്ക്കല്ല. ഒരു തണലായി ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. കൊടുങ്കാറ്റിനകത്ത് നിങ്ങളുടെ നിലനിൽപ്പിനെതിരായി വെളിപ്പെടുന്ന വിഷയത്തിന് നേരെ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരു സങ്കേതമായി, ഒരു മറവിടമായി ദൈവത്തിൻ്റെ കരമുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ, ഞാനിതിനകത്ത് തളർന്നു പോകത്തില്ല, ഞാനിതിനകത്ത് തകർന്നു പോകത്തില്ല. ആരൊക്കെയോ നമ്മെ നോക്കി പറഞ്ഞില്ലേ, ഈ കൊടുങ്കാറ്റിനകത്ത് നീ താളടിയായി പോകും, നിൻ്റെ നിലനിൽപ്പില്ലാതെയായി പോകും, ഈ വെയിലിനകത്ത് നീ തകർന്നു പോകുമെന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നീ തകരത്തില്ല, നീ സ്തോത്രം ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവാശ്രയബോധത്തോടെ മുൻപോട്ട് പോകാം. കർത്താവ് അനുഗ്രഹിക്കും.